ഇങ്ങനെ തുറക്കരുത് മാഡം, ഞങ്ങൾ ഞങ്ങളുടെ ഈസിനെസ്സിന് വേണ്ടി ചെയ്യുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ. നമസ്കാരം, ബയോമെക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ദേശാഭിമാനി എറണാകുളം അതിനടുത്ത് ഒരു വീട്ടിലാണ്. നമ്മളിവിടെ ഓൾറെഡി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. സ്മിത എന്നാണ് നമ്മുടെ കസ്റ്റമറുടെ പേര്. കോംബോ ആയിട്ടാണ് നമ്മളിവിടെ പ്ലാന്റ് ചെയ്തിരുന്നത്. അന്ന് നമ്മൾ ഇൻസ്റ്റിനേറ്റർ വെച്ചിട്ടില്ല. പുതുതായിട്ട് നമ്മൾ ഇൻസ്റ്റിനേറ്റർ ആഡ് ചെയ്യാണ്. അവർക്ക് അതിൻ്റെ ആവശ്യം വന്നപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്യാണ് ചെയ്തത്. TNC3 ആണ് മെഷീൻ. ഇതിൽ നമുക്ക് ഏകദേശം 15 കിലോ ആണ് ഒരു ദിവസം കത്തിക്കാൻ പറ്റുന്നത്. അറ്റ് എ ടൈം 3 കിലോ ആണ്. അതിൻ്റെ വിശേഷങ്ങൾ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിലേക്ക്. INC3 മെഷീനിൽ നമുക്ക് ഏകദേശം ഈ പറഞ്ഞ പോലെ 15 കിലോയും അറ്റ് എ ടൈം 4 കിലോ ആണ് നമുക്ക് കത്തിക്കാൻ പറ്റുന്നത്. ഇതിലൊരു മാർക്കുണ്ട്, അതുവരെയാണ് നമ്മൾ വേസ്റ്റ് ലോഡ് ചെയ്യേണ്ടത്. എല്ലാം കൂടി ഒരുമിച്ചിട്ട് കത്തിക്കരുത്. പ്ലാന്റിനകത്ത് കൊടുത്തിട്ടുള്ള റിഫ്രാക്ടറി ലൈനിങ്ങിന് കേടുപാടുകൾ സംഭവിക്കാൻ അത് കാരണമാവും. അതേപോലെ തന്നെ ഓവർലോഡ് ആകുമ്പോൾ പുക വലിഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. കറുത്ത പുക കൂടുതൽ വരും, പൊല്യൂഷൻ കൂടും. പൊല്യൂഷൻ ഇല്ലാത്ത മോഡൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു 80-90% ഒക്കെ നമുക്ക് ഇതിനകത്ത് ഫുൾ ടെമ്പറേച്ചറിൽ കത്തിപ്പോവാനും നശിപ്പിച്ചു കളയാനും സാധ്യമാവുന്ന ഒരു ടൈപ്പ് ഇൻസിനറേറ്ററാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ റിഫ്രാക്ടറി ലൈനിങ് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ ബോഡി വരുന്നത് സ്പാങ്കിൾ ഷീറ്റാണ്. നമ്മൾ MS-ലും സ്പാങ്കിൾ ഷീറ്റിലും SS-ലും ചെയ്യുന്നുണ്ട്. SS ഓൺ അഗെയിൻസ്റ്റ് ഓർഡേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുക്കുന്നത് സ്പാങ്കിൾ ഷീറ്റിലാണ്. MS വേണ്ടവർക്ക് ചീപ്പ് ആൻഡ് അഫോർഡബിൾ മോഡൽ എന്നുള്ള രീതിയിൽ നമ്മളതും ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മൾ എല്ലാ മോഡൽസിനും 1 ഇയർ വാറണ്ടിയാണ് കൊടുക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയാലും ഗാൽവനൈസ്ഡ് ഷീറ്റ് ആണെങ്കിലും MS ആണെങ്കിലും എല്ലാം 1 ഇയർ വാറണ്ടിയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് പ്ലാന്റിന്റെ ലൈഫ് വരുന്നത്. ശ്രദ്ധിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു 10 വർഷം വരെ ഇരിക്കാവുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് തുരുമ്പ് വരികയാണെങ്കിൽ, ഓക്സിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ തന്നെ പുറത്തുനിന്ന് അലുമിനിയം പെയിന്റ് കോട്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകാൻ തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഓൾ കേരള ഫ്രീ ഡെലിവറിയാണ്. എവിടെയാണെങ്കിലും നമ്മൾ വന്ന് ചെയ്തു തരും. നമ്മൾ ട്രസ് ഇട്ടിട്ടുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഷീറ്റ് തുളച്ച് പൈപ്പ് പുറത്തേക്ക് എടുത്ത് കൊടുക്കില്ല. കാരണം ലീക്കുകൾ നമുക്ക് അടയ്ക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ പ്രൊഫഷണൽസ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ട്രസ്സിൻ്റെ മുകളിൽ കയറാനുള്ളൊരു ഡേഞ്ചർ സിറ്റുവേഷൻ കൂടി ഉള്ളതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. പല സ്ഥലങ്ങളിലും ട്രസ് ചെയ്തിട്ടുള്ളത് വളരെ കൺജസ്റ്റഡ് ആയിട്ടായിരിക്കും. മുകളിൽ കയറാനുള്ള സൗകര്യങ്ങൾ കുറവായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ സ്കോപ്പായിട്ട് എടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.